എൻ്റെ ജീവിതത്തിൽ അനുഭവം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. എനിക്ക് 2 മക്കളെ ദൈവം തന്നു. മൂത്ത മോനാണ്. അവൻ മാസം തികയാതെ ഉണ്ടായതാണ്. 6 മാസം കഴിഞ്ഞപ്പോൾ ഉണ്ടായതാണ്. ഉണ്ടായ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. ശരീരമെല്ലാം ചുക്കിച്ചുളുങ്ങി, വെള്ളമില്ലാതെ. ഡെലിവറി നടന്ന ഉടൻ തന്നെ കോട്ടയത്തുള്ള മന്ദിര ഹോസ്പിറ്റലിൽ വെച്ചാണ് സംഭവം. അവിടെ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ ഒരു കാരണവശാലും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അവനെ പെട്ടെന്ന് ES മാറ്റി. എൻ്റെ വൈഫ് മന്ദിരത്തിൽ 6 മാസത്തോളം ആ കുഞ്ഞിനെ വളരെ ബുദ്ധിമുട്ടി അവനെ സംരക്ഷിക്കേണ്ടി വന്നു ഡോക്ടേഴ്സ്. 6 മാസം വളരെ കഷ്ടതയായിരുന്നു. ഒന്നിനു മാറി അവൻ്റെ വിഷയം. അവൻ്റെ ലങ്സിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇതെല്ലാം വന്ന് ഡോക്ടർ നേരിട്ട് എന്നോട് പറഞ്ഞു, ഈ കുഞ്ഞിനെ കിട്ടത്തില്ലെന്ന്. പക്ഷെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞിരുന്നു, നിനക്ക് ലഭിക്കുന്ന കുഞ്ഞ് ദൈവ വേലക്കാരനായി മാറും എന്ന് എന്നോട് പറഞ്ഞിരുന്നതുകൊണ്ട് ഞാൻ ഡോക്ടറോട് നേരിട്ട് പറഞ്ഞിരുന്നു, ഒന്നും സംഭവിക്കുകയില്ല, ദൈവ അത്ഭുതം പ്രവർത്തിക്കുമെന്ന ഡോക്ടറോട് ഞാൻ പറയാനിടയായിരുന്നു. അന്ന് വിശ്വാസത്താലുള്ള പ്രഖ്യാപനമായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, 6 മാസത്തെ ആ കഷ്ടത നടുവിൽ അവൻ ഇട്ടിരിക്കുന്ന പേര് ജോബ് എന്നാണ്. യോബിൻ്റെ കഷ്ടതയുള്ള ബന്ധത്തിൽ അതേ പേര് തന്നെ അവന് വന്നു കിട്ടു. ഞാൻ നിങ്ങളെ ചുരുക്കാണ്ട് ഓർപ്പിക്കാം. ഈ കഷ്ടതയിൽ ഇവൻ ഒരു കാരണവശാലും ഇനി പഠിക്കത്തില്ല, വിദ്യാഭ്യാസം ഞാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ തെളിച്ച് പറയട്ടെ, അവന് UK MBA എടുത്തത്. അങ്ങനെ വരെ ചെയ്യുവാൻ ദൈവം തമ്പുരാൻ വിശ്വസനായിരുന്നു. ഒരിക്കലുണ്ടായ ഒരു സംഭവം പറയാം. ഞാൻ മുണ്ടക്കയത്ത് ഒരു കൺവെൻഷൻ പ്രസംഗിക്കാനായിട്ട് പോവുകയാണ്. ഇറങ്ങിയ ഉടനെ ഈ സ്കൂൾ കുഞ്ഞുങ്ങൾ യൂണിഫോം ഒക്കെ ഇട്ട് ബായൊക്കെ പിടിച്ച് ഞങ്ങളുടെ മുറ്റത്തോട്ട് ഇങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഇവൻ ഓടിച്ചെന്ന് അവിടെ നോക്കി നിന്നിട്ട് കരഞ്ഞുകൊണ്ട് തിരിച്ചു വരും. ഒരു ദിവസം ഞാനിങ്ങനെ പോകാൻ ഇറങ്ങിയപ്പോൾ ഇതുപോലെ സംഭവിച്ചു. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ മുറിക്കകത്ത് കയറി ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇതിൻ്റെ പരിഹാരം എനിക്ക് ഉണ്ടാക്കി തരണേ എന്ന് പറഞ്ഞ് ഞാൻ ആ കൺവെൻഷന് പോയി. ഞാൻ ആ കൺവെൻഷനിൽ പോകുമ്പോൾ ഞാൻ ആ ദിവസങ്ങളിൽ അവിടെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഏഞ്ചലോളജി, ദൂതന്മാരുടെ ശാസ്ത്രം എന്ന വിഷയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൂടെയാണ്. ഞാനിങ്ങനെ പോകുമ്പോൾ കഞ്ഞിക്കുഴി ജംഗ്ഷനിൽ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ബസ് കയറാൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കറുത്ത ഒരു മനുഷ്യൻ, ഒരു ജിബ്ബായൊക്കെ ഇട്ട് ഒരു മുണ്ട് കൊടുത്ത ഒരു തോളിലൊരു സഞ്ചി ഇട്ട് ഇങ്ങനെ നിൽക്കുന്നു. അത്രയും പേരിടയിൽ പെട്ടെന്ന് ഈ മനുഷ്യനെ എൻ്റെ കണ്ണിലുടക്കി. ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി. ഞാൻ പോയി കൺവെൻഷൻ പ്രസംഗിച്ചു. തിരിച്ച് ഞാൻ 10:45 അതേ സ്ഥലത്തൂടെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ വന്നപ്പം ഒരു കുഞ്ഞുങ്ങളുമില്ല. ഈ മനുഷ്യൻ ആ നിന്ന സ്പോട്ടിൽ നിൽപ്പുണ്ട്. ഞാൻ പെട്ടെന്ന് വണ്ടി പുറകോട്ടെടുത്ത് അദ്ദേഹത്തെ ഞാൻ ചോദിച്ചു, എവിടെ പോകാൻ നിൽക്കുന്നു? അദ്ദേഹം പറയും, ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി ബസ്സില്ല, ഒന്നുമില്ല, എൻ്റെ വണ്ടിയിൽ കയറിയോ, വീട്ടിൽ പോയി വിശ്രമിച്ചിട്ട് രാവിലെ പോകാമെന്ന് പറഞ്ഞു. ഒട്ടും മടിച്ചില്ല, അദ്ദേഹം എൻ്റെ വണ്ടിയിൽ കയറി. മുൻപോട്ട് ശകലം നീ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ആരെ വെയിറ്റ് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി താങ്കളെ തന്നെയാണെന്ന് പറഞ്ഞു. ഞാൻ ഭയപ്പെട്ടു പോയി. അത് കഴിഞ്ഞ് എവിടെ വീണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അതിപ്പോൾ താങ്കൾ അറിയണ്ടെന്നും പറഞ്ഞു. പിന്നെ ഒന്നും ഞാൻ ചോദിച്ചില്ല. വീട്ടിൽ വന്നു, അന്ന് വിശ്രമിച്ചു. രാവിലെ ഈ കുഞ്ഞിനെ അന്ന് വലിയ ബുദ്ധിമുട്ടിലിരിക്കുകയാണ്, വളരെ പ്രയാസത്തിലിരിക്കുകയാണ്. ഞങ്ങൾ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ഞാനൊരു ഭാര്യയും കൂടെ 4 മണിക്ക് പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുകുത്തി ഈ കുഞ്ഞിനെ എൻ്റെ മടിയിലിട്ടുണ്ട്. എനിക്ക് കുഞ്ഞുങ്ങളുണ്ടോന്നോ ഒന്നും ഇദ്ദേഹത്തിന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ മുഴങ്കാലിരുന്ന് കുഞ്ഞിനെ മടി വെച്ചിരിക്കുക. ഒരു പാട്ട് ഞങ്ങൾ പാടിയപ്പോൾ അദ്ദേഹവും കൂടെ ആ മുറിക്കകത്തൊന്ന് വന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖഭാവമേ മാറി. ഈ കറുത്തയാള് ഒരു വലിയ പ്രകാശം ആ മുറി മുഴുവൻ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഈ കുഞ്ഞിനെ അദ്ദേഹം കയ്യിലേക്ക് വാങ്ങിച്ച് ഒരൊറ്റ പ്രാർത്ഥിച്ച് എൻ്റെ കയ്യിൽ തന്നു. അത്ഭുതകരമായിട്ട് ആ നിമിഷത്തിൽ അവൻ വിടുതൽ പ്രാപിച്ചു. ഇന്ന് വരെ പിന്നെ അങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞതിന് സാരം, ഇവിടെ ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത വിഷയം വരുമ്പോൾ ഇന്നും ദൈവം ദൂതനെ അയച്ച് അത്ഭുതം ചെയ്യാൻ വിശ്വസനാണ്. അത് രാവിലെ അദ്ദേഹത്തെ ഞാൻ യാത്ര അയക്കുമ്പോൾ, ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് യാത്ര അയക്കുമ്പോൾ എൻ്റെ ഒരു ഗിഫ്റ്റ് അദ്ദേഹത്തിന് ഞാൻ കൊടുത്തു കഴിഞ്ഞ ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്ക്, ഞാൻ ഇത് വാങ്ങാൻ വന്നതല്ല, നിന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ വന്നതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരെ, അതിനുശേഷം ഈ വ്യക്തിയെ ഞാൻ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു, ഇന്നു വരെ കണ്ടിട്ടില്ല. ഞാൻ അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ദൂതന്മാരുടെ ശാസ്ത്രമുള്ള വിഷയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ശരിയായ ഒരു അർത്ഥം എന്താണെന്നുള്ളത് ഈ വിഷയത്തിൽ കൂടെ ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു.
എന്നെ മനസ്സിലാക്കിയായിരുന്നു. അങ്ങനെ ഈ ദൂതൻ എൻ്റെ വീട്ടിൽ വന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം.